നമ്മളുടെ ഈ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകളും ഒരുപാട് വിഷയങ്ങളും നമുക്ക് എല്ലാവർക്കും അറിവുള്ളതാണ്. ഞങ്ങളുടെ നാട്ടില് ഈ മാടക്കടകളുണ്ട്, മുറുക്കാൻ വിൽക്കുന്ന കടകൾ. അതിൽ സാധാരണക്കാരായ അല്ലെങ്കിൽ പഴമക്കാര് മുറുക്കാൻ വാങ്ങാനായിട്ട് വരുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് വെറ്റില കൊടുക്കും. അതിനുശേഷം ഞങ്ങളുടെ നാട്ടിലൊക്കെ യഥേഷ്ടമുള്ള അടയ്ക്ക കൊടുക്കും. അതിനുശേഷം പിന്നെ ഇവർ കൈ നീട്ടുമ്പോൾ ഒരു സുപ്പാരി പാക്ക് കൊടുക്കും. അതിനുശേഷം പിന്നീട് ഇവർ ഈ മുറുക്കാന്റെ ഈ വെറ്റില ഈ കടക്കാരന് മുന്നിലേക്ക് നീട്ടുമ്പോൾ അവര് പറയും, ചുണ്ണാമ്പ് ആ ഡബ്ബയിലുണ്ട്, അതിന് എടുത്തോന്ന് പറയും. അപ്പോൾ ഈ കാണുന്നവര് പറയും, ആ ഡബ്ബയിലുള്ളത് ഇപ്പോഴത്തെ പുതിയ പിള്ളേരെടുത്തോ, നീ എനിക്ക് പുതിയ ചുണ്ണാമ്പ് തരുമെന്ന് പറയും. അപ്പൊ ഒരു മൂന്ന് ദിവസമെങ്കിലും പഴക്കമുള്ള ഈ ചുണ്ണാമ്പ് വെച്ച് മുറുക്കാൻ പോലും നമ്മളുടെ പഴമക്കാർ തയ്യാറല്ല. ആ പഴയ വ്യക്തിക്ക് പുതിയ ചുണ്ണാമ്പ് വേണം. എന്താ കാരണം? 3 ദിവസം അതില് വായു സമ്പർക്കം ഉണ്ടാവുമ്പോൾ അതിന്റെ 100 നഷ്ടപ്പെടും. അപ്പോഴാണ് 130 വർഷം പഴക്കമുള്ള ഈ സുർക്കിയുടെ 100 എന്താ പറയുക, ഇനി ബാക്കിയുള്ളത് ഞാൻ പറയുന്നില്ല, അതെല്ലാം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് വാദിക്കുന്ന ഒരു ഭരണവർഗത്തോട് നമ്മൾ ഇനി എന്താണ് ആവശ്യപ്പെടേണ്ടത്? അതുപോലെ തന്നെ ഏതെങ്കിലും വലിയ വ്യക്തികൾ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ അഭ്യർത്ഥിക്കുന്നു. പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുവാനുള്ള നിവേദനത്തിൽ മുഴുവൻ ആളുകളും ഒപ്പ് രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. തൊടുപുഴ സിവിൽ സ്റ്റേഷന് സമീപം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഏകദിന ഉപവാസ സമരത്തിന്റെ സമരപന്തലിൽ അത്യാവശ്യ നിലയില് വലിയ ഭരണാധികാരികൾ അല്ലെങ്കിൽ വലിയ വലിയ വ്യക്തികൾ ഹോസ്പിറ്റലൈസേഷൻ ആയി കഴിഞ്ഞാൽ അടുത്ത ഹോസ്പിറ്റൽ അധികാരികൾ ഒരു ലീഗോ മെഡിക്കൽ റിപ്പോർട്ട് പുറത്തിറക്കും. അതല്ലെങ്കിൽ എന്താ പറയുന്ന അവരുടെ ശാരീരിക അവസ്ഥകള് സൂചിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തിറക്കും. ആ റിപ്പോർട്ട് വായിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്രത്തിലൂടെ നമുക്ക് അതിനെ കുറിച്ച് ആ വ്യക്തിക്ക് എന്താ സംഭവിക്കുക, അല്ലെങ്കിൽ എന്ന് മരിക്കും, അല്ലെങ്കിൽ എത്ര കാലം ഉണ്ടാവും, അവരുടെ ആരോഗ്യസ്ഥിതി നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ മുല്ലപ്പെരിയാറിന്റെ ഒരു വിഷയം റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഒരു നിജസ്ഥിതി എന്നുള്ള ഒരു അവലോകന റിപ്പോർട്ട് ഈ സ്റ്റേറ്റിന്, ഈ ഭരണകൂടത്തിന് നമുക്ക് മുൻപിൽ പ്രസ്താവിക്കാനോ അല്ലെങ്കിൽ തുറന്നു വെക്കാനോ ഉള്ള ഒരു ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. 130 വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു ജനക്കൂട്ടം അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ജനങ്ങൾ ആവശ്യപ്പെടുന്നു, ഇതിന്റെ പ്രശ്നങ്ങളുണ്ട്, ഇതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രം പോരാ, ഇതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്താൽ മാത്രം പോരാ, ഇതിന് അനിയന്ത്രിതമായിട്ട് എന്തെങ്കിലും കാരണങ്ങൾ കാണണം, അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം വേണം, അല്ലെങ്കിൽ ഒരു ബദൽ സംവിധാനം വേണം എന്ന് പറയുമ്പോൾ ഇത് ഇന്ന റീസണെ കൊണ്ട് ഇപ്പോൾ സാധ്യമാകില്ല, അല്ലെങ്കിൽ ഇതിന് യാതൊരു കുഴപ്പവുമില്ല, നിങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം വളരെ മാന്യമായിട്ടുള്ള പരിഗണന തന്നെ ഞങ്ങൾ നൽകുന്നുണ്ട് എന്ന് പറയാനും അതൊരു ധവളപത്രം പണ്ടത്തെ മാതിരി ഇറക്കുന്ന രീതിയിൽ ഒരു ആശ്വാസത്തിനെങ്കിലും ഒരു കടപ്പത്രം ഇറക്കുന്നതിന് കേമന്മാരായ ഗവൺമെന്റ് ഇതിനെ കുറിച്ചൊരു പത്രം ഇറക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ ഇതൊന്നും വേണ്ട, തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് ഇവിടെ എങ്ങാനും സ്ഥാപിക്കുക. അപ്പൊ അവര് പോയിട്ടല്ലേ നമ്മൾ പോവുള്ളൂ. ഞാനൊന്ന് വരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പൊ ഏതെങ്കിലും ഈ വക കാര്യങ്ങൾ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ മുമ്പത്തെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ മാതിരി PCC സാർ പറഞ്ഞ മാതിരി വെള്ളം തമിഴ്നാടിനും സുരക്ഷ കേരളത്തിനും. അപ്പോൾ സാധ്യമായ വെള്ളം മുഴുവൻ അവരെടുത്തു കൊണ്ടുപോകട്ടെ. എനിക്കും എൻ്റെ മക്കൾക്കും വരും തലമുറയ്ക്കും സാധ്യമായ ജീവിതം ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള ഒരു അവസരം ഇവിടെ തരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.